ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡും അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റർ ക്ലിപ്പിൻ്റെയും വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസാണ് കിട്ടിയത്. താങ്ക്സ് എല്ലാവർക്കും. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത്. ഇതിന് നമുക്ക് ഒരു ഡിസൈൻ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ജാസ്മിൻ ബഡ്സ് 50 പീസാണ് ആവശ്യമുള്ളത്. നമ്മൾ 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. 3 ലെയറും ഇത്രയും ചെറിയൊരു ഹെയർ ബാൻഡിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പെട്ടെന്ന് ചെയ്യാൻ നല്ല സെക്യൂർ ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പോളൻസ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു ഹെയർ ബാൻഡ് ചെയ്യാൻ പകുതി പോളൻസ് മതി കേട്ടോ. അപ്പം 2 എണ്ണം ചെയ്യാൻ ഒരു ഫുൾ പോളൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതുപോലെ അടർത്തിയെടുക്കണം. നമുക്കിതിൻ്റെ ഫുൾ പോർഷൻസ് വേണ്ട. ഇതിൻ്റെ ഈ ഒരു തണ്ടുണ്ടല്ലോ, അത്രയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളൊരു ഗീവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗീവ് അവേൻ്റെ വിന്നർ ആരാണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗ്രീൻ ടാപ്പാണ്. ഗ്രീൻ ടാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലൂവോ അതുപോലെ നമ്മുടെ ഫെൽറ്റ് ഷീറ്റോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഗ്രീൻ ടാപ്പ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചുറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇതിന് പകരം നിങ്ങൾക്ക് പോളൻസ് വേറെ കളർ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്നാലും ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് നമുക്ക് ഗോൾഡൻ കളർ തന്നെ ചെയ്യാം. നമ്മളൊരു സൈഡിൽ നിന്നാണ് ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി മുകളിൽ നിന്ന് നമ്മൾ ചുറ്റി തുടങ്ങണം കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഗ്രീൻ ടാപ്പ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് മുകളിൽ നിന്ന് നല്ല പോലെ ടൈറ്റ് ചെയ്ത് നമ്മൾ താഴോട്ടാണ് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇളകി പോകില്ല, നല്ല സെക്യൂർ ആയിട്ട് നിൽക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഗ്ലൂവിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, നല്ല രീതിയിൽ തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതുവരെ നമ്മൾ ചുറ്റാം. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫസ്റ്റിൽ തന്നെ എൻഡിലായിട്ട് നമുക്ക് ഈ ഒരു പോളൻസ് വെച്ച് കൊടുക്കാം. പോളൻസ് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചുറ്റി കൊടുക്കാം. ഞാൻ ഗ്രീൻ ടാപ്പ് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചുറ്റാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചുറ്റി കൊടുക്കാം, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ വേഗം ചെയ്യാൻ നല്ലത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ പോളൻസ് വെച്ച് കൊടുക്കുകയാണ്, മുല്ലമുട്ട് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ 2 എണ്ണം വീതമാണ് നമ്മൾ ഫസ്റ്റ് വെക്കുന്നത്, സെൻറ്ററിൽ 1. അപ്പോൾ ഇനി കാണിക്കുമ്പോൾ വീഡിയോ മിസ്സായി പോയതാണ്, ഞാൻ കാണിക്കട്ടെ. നമ്മൾ ഈ പോളൻസ് വെച്ചതിന് ശേഷം എങ്ങനെയാണ് ജാസ്മിൻ ബഡ്സ് വെക്കേണ്ടത് എന്നുള്ളത് കാണിക്കാം. ഫസ്റ്റ് വെക്കേണ്ടത് ഒരു സൈഡിലോട്ട് തിരിച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കാം. നമ്മൾ ഈ ഒരു ടാപ്പ് ഒന്ന് ചുരുട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് നിൽക്കും. ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പശയും ഒന്ന് ഇളകി കിട്ടും. അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് നമുക്ക് കെട്ടാനും പറ്റും. നമുക്ക് ഇനി ഓപ്പോസിറ്റ് സൈഡിലൊന്ന് ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കാം. അതുപോലെ 2 ചുറ്റാം. സെൻട്രലായിട്ട് വീണ്ടും ഒന്ന് വെച്ച് കൊടുക്കാം, എന്നിട്ട് വീണ്ടും ചുറ്റി കൊടുക്കാം. ഈ ഒരു മെത്തേഡ് തന്നെ നമ്മൾ വീണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ 3 ലെയറായിട്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഇതിപ്പോൾ ഒരു ഫ്ലവർ ഡിസൈനായി വന്നിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഫ്ലവേഴ്സായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു പോളൻസ് വെക്കുന്നുണ്ട്. പോളൻസ് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ജാസ്മിൻ ബഡ്സ് വെക്കുകയാണ്. അപ്പോൾ നേരത്തെ വീഡിയോ മിസ്സായത് ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഒരു ബഡ്സ് എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് കെട്ടാനും എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ തുമ്പൊന്നും പുറത്തേക്ക് തള്ളി നിൽക്കില്ല, നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചുറ്റിയെടുക്കുക. ഇനി അടുത്ത ബഡ്സ് നമ്മൾ ക്രോസ് ആയിട്ട് ഈ സൈഡിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക, നന്നായിട്ട് കെട്ടി കൊടുക്കുക. എപ്പോഴും ടേപ്പ് ഒന്ന് വലിച്ചു കൊടുക്കുമ്പം അത് നല്ലൊരു ഇതുണ്ടാവും. നമുക്ക് ഫ്ലാറ്റായി എടുക്കുന്നതിനെക്കാട്ടും നല്ല രീതിയിൽ കെട്ടാൻ പറ്റും. സെൻട്രലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക.
അത് സ്ട്രൈറ്റ് ആയിട്ടാണ് വെക്കുന്നത്. എപ്പോഴും പൂക്കൾ എടുക്കുമ്പോൾ സൈഡിൽ നിന്ന് തുടങ്ങുന്നൊക്കെ ചെറിയ ഫ്ലവേഴ്സ് വെച്ചിട്ട് സെൻറ്ററിലെത്തുമ്പോൾ വലിയ ഫ്ലവേഴ്സ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബഡ്സിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പല സൈസിലുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക. അപ്പം നിങ്ങൾ പൂക്കൾ എടുക്കുമ്പോൾ ഒരേ രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെറിയ പൂക്കളൊക്കെ തുടക്കത്തിൽ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിലൊക്കെ ആകുമ്പോൾ വലിയ പൂക്കൾ വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സെൻറ്ററിലുള്ള നടുക്കിൽ വെക്കുന്ന ഈ ഒരു പൂക്കളുണ്ടല്ലോ, അതും അത്യാവശ്യം വലുത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിട്ട് കിട്ടും. ജസ്റ്റ് ഇതുപോലെ 1 or 2 ചുറ്റി കൊടുത്താൽ മതി. നല്ല സെക്യൂറായി നിൽക്കും. അങ്ങനെ ഇളകി പോകുന്ന പ്രശ്നമോ കൊഴിഞ്ഞു പോവുകയൊന്നുമില്ല. നല്ല രീതിയിൽ ചെയ്താൽ മതി. നല്ല അടുപ്പിച്ച് ചെയ്ത് കൊടുത്താൽ നല്ല വൃത്തിയിലും നല്ല ഭംഗിയിലും നമുക്ക് കിട്ടും. അപ്പം ഞാനിതൊക്കെ ഓരോരോ ചുറ്റുന്നുള്ളൂ. ചിലത് മാത്രം 2 ചുറ്റ്. നമുക്ക് തോന്നുമല്ലോ ചിലത് ടൈറ്റ് കുറവാണ്, അപ്പോൾ 2 ചുറ്റുന്നുണ്ട്. ഇനി നമ്മൾ സെൻറ്ററിലൊന്ന് വെക്കുക. സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. വീണ്ടും ചുറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമുക്ക് അത്യാവശ്യം റേറ്റിന് കൊടുക്കാം. നമ്മൾ ഈ ഒരു കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2 കിറ്റിന് 85 രൂപ ആയിട്ടാണ്. നിങ്ങൾക്ക് ഒരു പീസ് തന്നെ 70-80 രൂപക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഒരുപാട് പേര് കമൻറ്റിലും നേരിട്ടും ഒക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര രൂപക്ക് നമുക്കത് കൊടുക്കാൻ പറ്റുമെന്ന്. 70 രൂപ മുതൽ 80 രൂപ വരെ നമുക്കിതിന് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ സെൻറ്റർ ആവാൻ സമയമാകുമ്പോൾ നമ്മുടെ ഗോൾഡൻ പോളൻസ് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ 2 ചുറ്റിയിട്ടുണ്ട്. നമുക്ക് പോളൻസ് 2 വെച്ച് കൊടുക്കുന്നത്. സെൻറ്ററിൽ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പോളൻസ് വെച്ചിട്ടാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് നല്ല രീതിയിൽ വെച്ച് ടൈറ്റ് ചെയ്തതിന് ശേഷം വേണം അടുത്തത് വെച്ച് കൊടുക്കാൻ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാറ്റൻ ഹെയർ ബാൻഡിലും ചെയ്യാം കേട്ടോ. ഗോൾഡൻ തന്നെ ചെയ്യണമെന്നില്ല. നമ്മൾ കിറ്റിൻ്റെ കൂടെ എൻഡ് ടാപ്പും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളെ തലയിൽ കുത്തുന്ന ആ ഒരു പേടിയൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ഒരു പോളൻസും കൂടി വെച്ച് കൊടുക്കുകയാണ്. സെൻറ്റർ നോക്കിയതിന് ശേഷം ഒരു പോളൻസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്ര പൂക്കൾ ചെയ്തിട്ടുണ്ട്, ഇനി സെൻറ്റർ എത്തിയതിന് ശേഷം നമ്മൾ ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ എത്ര ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് നോക്കി അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഇനി വീഡിയോ നമ്മൾ സ്പീഡാക്കി കാണിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി കാണിച്ചിട്ടുണ്ടെങ്കിൽ ബോറടിയാവും. അതുപോലെ എൻ്റെ ടേപ്പ് തീരാനായിട്ടുണ്ട്. അപ്പം എൻ്റെ ടേപ്പ് നമ്മൾ തീരാൻ സമയത്ത് ഒരു കെട്ടിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പം അതും കൂടി കാണിക്കാം. വീഡിയോയിൽ അത് കുറച്ച് മുകളിലായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. വീഡിയോയിൽ വ്യക്തമായിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ എൻഡിൽ കാണിക്കുന്നുണ്ട്. ആ ഭാഗം ക്ലിയറായി കാണിക്കട്ടോ. എൻ്റെ ടാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചുറ്റുന്ന സമയത്ത് ഒരു 3-4 ചുറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലവർ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അഴിഞ്ഞു പോരും പെട്ടെന്ന്. സെൻറ്റർ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് നമ്മൾ ഈ ഒരു സൈഡിൽ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്, എത്ര പൂക്കളാണോ വെച്ചിട്ടുള്ളത് അതേ ഒരു രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോഴാണ് അതിനൊരു ഭംഗിയും നീറ്റ്നെസ്സും ഒക്കെ കിട്ടുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഗീവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിന്നർ ആരാന്ന് പറയാം. അപ്പോൾ വിന്നർക്കുള്ള സമ്മാനം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലക്കേൻ്റെ ചെയിനായിരുന്നു. അപ്പം ചെയിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കർണാടക സ്വദേശിയായിട്ടുള്ള ആയിഷ എന്ന ആൾക്കാണ് കേട്ടോ. അപ്പോൾ കൺഗ്രാറ്റ്സ് ആയിഷ. അപ്പോൾ വരുന്ന വീഡിയോയിലൊക്കെ ഇതുപോലുള്ള ഗീവ് അവേസും ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ തരുന്ന ലൈക്കും സപ്പോർട്ടുമാണ് നമ്മളെ ഊർജം. അപ്പോൾ അത് തരാതിരിക്കാൻ മറക്കരുത് ആരും. ഗ്രീൻ ടാപ്പ് നമ്മൾ ലാസ്റ്റിൽ എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. കെട്ടി ജോയിൻറ്റ് ചെയ്ത് നിർത്തുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ അതിന് ലാസ്റ്റായിട്ട് നമുക്ക് പോളൻസ് വെച്ച് കൊടുക്കാം. നമ്മൾ ഫസ്റ്റിൽ വെച്ച ആ ഒരു പൊസിഷനിൽ വേണം ഇതും വെക്കാനായിട്ട്. ഉള്ളിലേക്ക് കമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റ് ചെയ്ത് ഒരു 3-4 പ്രാവശ്യം ചുറ്റി കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാപ്പ് നല്ല ചുരുട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫുള്ള് നമ്മൾ ഇതിൽ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എൻഡിൽ ഒരു ഗ്രീൻ ടാപ്പ് കുറച്ചധികം ബാലൻസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കെട്ടുന്നത് നോക്കാം. ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്.
കുറച്ച് ലൂസാക്കിയിട്ട് ഒരു റൗണ്ട് നമ്മളിതുപോലെ ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു ഹെയർ ബാൻഡിൻ്റെ ഉള്ളിലൂടെ ചുറ്റിയതിന് ശേഷം ആ ഒരു ഹോളിൻ്റെ ഉള്ളിലൂടെ ഈ അറ്റം വലിച്ചെടുക്കുക. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ നല്ല സെക്യൂറായി നിന്നോളൂ. വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ഘട്ടം കൂടി കെട്ടി കൊടുക്കാം. എൻഡിൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂവിൻ്റെ ഒരു ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ നിൽക്കും. മുടിയിലൊന്നും കൊളുത്തേ അങ്ങനെയൊന്നുമുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബോയുടെ എൻഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ചുറ്റി കൊടുക്കാം. ഇതുപോലുള്ള മേക്ക് ചെയ്ത ഐറ്റംസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സെൻറ്റർ ക്ലിപ്പിന് ചെയ്യുന്ന സമയത്ത് ആ ഒരു മുകളിലുള്ള 2 പോർഷൻസും നമുക്ക് ഊരിയെടുക്കണം. നമ്മൾ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ക്ലിപ്പിലും ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ടാപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലിപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു 2 ഐറ്റം നമ്മൾ ഊരിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ഭംഗി ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിലൊന്നും ഈ ഗ്രീൻ ടാപ്പ് അങ്ങനെ കാണില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് നല്ല രീതിയിൽ ചുറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് പോളൻസ് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച അതേ രീതിയിൽ തന്നെയാണ് ഈ പോളൻസ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ടാപ്പ് ചുറ്റിയെടുക്കാം. അടുത്തതാ ഈ ഒരു ജാസ്മിൻ ബഡ്സ് നേരത്തെ വെച്ച പോലെ ഒരു സൈഡിലോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ക്രോസ് ആയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നും വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ സെൻറ്ററിൽ വെക്കുന്നില്ല, 2 ലെയറായിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം 1 2 ചുറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുറ്റിയെടുക്കാം. അപ്പോൾ എപ്പോഴും ഈ ഒരു സെൻറ്റർ ക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് ഒരേ വലിപ്പമുള്ള പൂക്കൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ വീഡിയോ ചെയ്യാവുന്ന കാരണം പെട്ടെന്ന് അത്ര പൂക്കളൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ തന്നെ മതി. ഈ ഒരു രീതിയിൽ നമുക്ക് ഹെയർ ബാൻഡ് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം മുല്ലമുട്ട് ലാഭിക്കാൻ പറ്റും. പക്ഷേ രണ്ടും ഡിസൈൻ തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. 3 ലെയറുള്ളത് നല്ല ഹെവി ലുക്ക് ഉണ്ടായിരിക്കും. 2 ലെയറുള്ളത് കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവും. നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഈ ഒരു 2 ബഡ്സ് വെച്ചിട്ടുള്ളതാണ്. കറക്റ്റ് ക്ലിപ്പിൻ്റെ സെൻറ്റർ എത്തുമ്പോൾ നമുക്ക് പോളൻസ് വെച്ച് കൊടുക്കാം. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെയല്ല നമ്മൾ ചെയ്തത്, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. നേരത്തെ സെയിം ചെയ്ത പോലെ തന്നെ ചെയ്ത് സെൻറ്റർ വരെ വന്ന് നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടാം. നമ്മൾ കെട്ടുന്നതൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ബോൾ കെട്ടി അതേ രീതിയിൽ തന്നെയാണ് ഈ സെൻറ്ററിലും എൻഡ് ടാപ്പ് എൻഡിൽ നമ്മൾ കെട്ടേണ്ടത്. അതാ എൻഡ് ടാപ്പ് ഇതുപോലെ ഒന്ന് ലൂസാക്കി നമ്മൾ ഒന്നിങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം ഈ ഹോളിലൂടെ ജസ്റ്റ് ഇതൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്നോളും. എന്നിട്ട് നല്ല പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ല സെക്യൂറായിട്ട് നിൽക്കും. നമ്മൾ ഗ്രീൻ ടാപ്പ് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു 2 ഐറ്റം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് എൻഡ് വരുന്ന ബാക്കി ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമ്മൾ ക്ലിപ്പിൽ നിന്ന് നേരെ ഊരിയെടുത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നേരത്തെ, അതൊക്കെ തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കിംഗ് വീഡിയോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാത്തവരെല്ലാവർക്കും ബൈ.